ബീഹാറിലടക്കം ഉടനെ തന്നെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. പോരാത്തതിന് ബീഹാർ, ആസാം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ ഇലക്ഷൻ വരാൻ പോകുന്ന ഈ സംസ്ഥാനങ്ങളിൽ ഒരു വമ്പൻ ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ കേന്ദ്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും. എന്തിനാണ് ഈ ഓപ്പറേഷൻ എന്നല്ലേ? ഈ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുടെ നെഞ്ചിടിപ്പ് കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ വിൽ ക്യാരി ഔട്ട് ആൻ ഇന്റൻസ് റിവ്യൂ ഓഫ് ഇലക്ട്രൽ റോൾസ് ടു വീഡ് ഔട്ട് ഫോറിൻ ഇല്ലീഗൽ ഇമിഗ്രൻസ് ബൈ ചെക്കിംഗ് ദെയർ പ്ലേസ് ഓഫ് ബർത്ത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടോ, അവർക്ക് തിരഞ്ഞെടുപ്പ് കാർഡുണ്ടോ, അവർക്ക് വോട്ടവകാശം ഇല്ലീഗലായിട്ടുണ്ടോ എന്നറിയാനാണ് ഇപ്പോൾ വലിയൊരു മാസീവായിട്ടുള്ള ഡ്രൈവ് നടക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതൊരു വലിയ ഒരു നീക്കം തന്നെയാണ് നടത്താൻ പോകുന്നത്. വെസ്റ്റ് ബംഗാളിലടക്കം 6 ജില്ലകളിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറി പാർക്കുന്നു എന്നുള്ള വലിയ വാർത്തകൾ നമ്മുടെ രാജ്യത്ത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പെരുമ്പാവൂരിലും പായിപ്പാടുമടക്കം എന്തിനു പറയുന്നു, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബംഗാളികൾ എന്ന പേരിൽ ഇവിടെ അപരനാമത്തിലും വ്യാജ ആധാർ കാർഡിലും ഇവിടെ സുഖമായി അധിവസിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഒരു വമ്പൻ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സകല അന്യ സംസ്ഥാന തൊഴിലാളികളെയും വാരിപ്പിറക്കി പരിശോധിക്കാനാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നീക്കം എന്ന് അറിയാൻ സാധിക്കുന്നു. ഇതൊരു വലിയ നീക്കം തന്നെയാണ്. ഈ നീക്കം നടത്തിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിന് രണ്ടുണ്ട് ഗുണം. ഒന്നാമത്തെ കാര്യം, ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇത് നടത്തുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് സ്മൂത്തായി കാര്യങ്ങൾ മൂവ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സാഹചര്യത്തിൽ കേന്ദ്രം ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്നപ്പോൾ നമുക്കറിയാം പാകിസ്ഥാനികളെല്ലാം പിടിച്ച് പുറത്താക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇവരെ കണ്ടെത്താനും സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഒന്നാമത് ഇവരെ ഇലക്ഷൻ കമ്മീഷൻ ഇവരെ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ സ്മൂത്തായിട്ട് നടത്താൻ വലിയ ബഹളമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവരെ പിടിച്ച് പുറത്താക്കാനുള്ള നീക്കം കേന്ദ്രം അവിടെ സുസജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കേന്ദ്രത്തിന് നീങ്ങാനും സാധിക്കും. എന്തായാലും വമ്പൻ നീക്കമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നേക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.